അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം പ്രവാസികൾക്ക്, അതായത് നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യക്കാർക്ക് ആ ഒരു പ്രസ് റിലീസോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ബാധകമല്ല. അപ്പോൾ അതിന്റെ പേരിൽ പല വീഡിയോസും കണ്ടിട്ട് പല ആൾക്കാരും ഫുള്ളി കൺഫ്യൂസ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കാൻ, നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന നെഡ്ജ് സ്കീം പ്രകാരം അവരുടെ ഫോറിൻ അസറ്റോ ഫോറിൻ ഇൻകമോ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല, അവർ ജെന്യൂൻ നോൺ റെസിഡന്റ് ആണെങ്കിൽ എന്നാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടാവും. അവർ ചിലപ്പം പ്രവാസികളെ നോൺ റെസിഡന്റ് ആയിരിക്കാം, അവർ ചിലപ്പം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് റെസിഡന്റ് നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞ് 2 കാറ്റഗറി ഉണ്ട്. അത് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടാവാം. ഫയൽ ചെയ്യുന്ന സമയത്ത് നോൺ റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർ ഫയൽ ചെയ്യുന്ന സമയത്ത് അവർ ക്ലിക്ക് ചെയ്ത സംഭവം റെസിഡന്റ് എന്നുള്ള കോളത്തിലാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ ഈ പറഞ്ഞ ഇന്ത്യൻ ഇൻകം മാത്രമാണ് കാണിച്ചിട്ടുണ്ടാവുക. അവരുടെ ഫോറിൻ അസറ്റിനെ കുറിച്ചോ ഫോറിൻ ഇൻകത്തിനെ കുറിച്ചോ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ വിദേശ രാജ്യത്തുള്ള UAE പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവിടുത്തെ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റിന് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ കോമൺ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് വെച്ച് അവിടുത്തെ കുറേ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ അടുത്തുള്ള ഈ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ഈ റിട്ടേൺ ഫയൽ ചെയ്ത ആൾക്കാരുടെ സംഭവത്തിൽ ഈ ഫോറിൻ അസറ്റ്സിനെ കുറിച്ചും ഇൻകത്തിനെ കുറിച്ചും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് വന്നേക്കാം, മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പം നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൃത്യമായിട്ട് സെലക്ട് ചെയ്തിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം. അങ്ങനെ ചെയ്യാത്ത ആൾക്കാർക്കും ചിലപ്പോൾ മെസ്സേജോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഇനി നോൺ റെസിഡന്റിന് എപ്പോഴെങ്കിലും ഇതിന്റെ ടാക്സ് ലയബിലിറ്റി വരുമോ ഇല്ലയോ, അതിന്റെ ബാക്കി ഫോറിൻ അസറ്റ്സിനെ കുറിച്ച് കാണിക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് എന്നോട് ചോദിക്കുന്നതെങ്കിൽ അതിന് 2 സിറ്റുവേഷനിൽ മാത്രമേ വരുള്ളൂ. ഒന്ന്, നിങ്ങൾ പ്രവാസി ആവുന്ന അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആവുന്നതിന് മുമ്പ് ഇന്ത്യ രാജ്യത്ത് നിന്ന് നിങ്ങൾ കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഒന്നും കാണിക്കാണ്ട് വിദേശത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഏതെങ്കിലും കാലത്ത് പ്രവാസ ലോകം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ വന്ന് സ്ഥിരതാമസമാക്കുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ടൊരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും റെസിഡന്റ് ആയിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് മാറിയാൽ, അതായത് ഒരു സാമ്പത്തിക വർഷം 152 ദിവസം കൂടുതൽ ഇന്ത്യയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരായി, റെസിഡന്റായി. ആ റെസിഡന്റായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും ലോകത്ത് എവിടെയൊക്കെ നിങ്ങൾക്ക് ഇൻകം കിട്ടാനുള്ള സംഭവങ്ങളുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ഡിസ്ക്ലോസ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട ടാക്സ് അടക്കലും നിർബന്ധമാണ്. ഇതെല്ലാത്തിടത്തോളം കാലം നിങ്ങളിപ്പം സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന 300% പെനാൽറ്റി അടക്കുക, 10 ലക്ഷം രൂപ ഫൈൻ അടക്കുക എന്ന് പറഞ്ഞ കാര്യമൊന്നും നിലവിൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു നോൺ റെസിഡന്റിന് ബാധകമല്ല. അതിലെ പ്രസ് റിലീസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നെഡ്ജ് സ്കീം അപ്ലിക്കബിൾ ആവുന്നത് ഇന്ത്യൻ റെസിഡന്റിനാണ്. അപ്പോൾ ഇന്ത്യൻ റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാരെ ബാധിക്കുന്ന ഒരു വിഷയത്തിന് പ്രവാസികൾ കൂടുതലായിട്ട് തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതിനെക്കുറിച്ച് ഖലീജ് ടൈംസ് ഉൾപ്പെടെയുള്ള ന്യൂസ് പേപ്പർ, ലീഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക, ഈ വിവരം മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക.